ISM ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്താലോ? ഫസ്റ്റ് ഓപ്പൺ ചെയ്യാനുള്ളത് മൈക്രോസോഫ്റ്റ് വേർഡാണ്. കാരണം വേർഡ് 2007-ലും 10-ലും കൂടുതലായി ISM 3.04 സപ്പോർട്ട് ചെയ്ത് കാണുന്നു. രണ്ടാമത് ISM ആക്റ്റീവാക്കി എടുക്കുക. ആക്റ്റീവാക്കുമ്പോൾ ISM എന്ന് പറയുന്ന ഒരു സിമ്പലോടുകൂടി ISM ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ മിനിമൈസ് ചെയ്തിട്ടതിന് ശേഷം ഒന്നുകൂടെ ആക്റ്റീവാക്കി എടുക്കുക. എന്നിട്ട് അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ആക്റ്റീവാക്കി കൊടുക്കേണ്ടതുണ്ട്. അതായത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കോളത്തിൽ മലയാളവും, സെറ്റിങ്സ്, ഹൈഫനേഷൻ, കീബോർഡ്, ഇൻസ്ക്രിപ്റ്റ്, ഈ 3 കാര്യങ്ങളും കൃത്യമായി ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ വരുന്ന ബോക്സിനെ മിനിമൈസ് ചെയ്തിടുക. ഒരിക്കലും ക്ലോസ് ചെയ്ത് മിനിമൈസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ട് ഓപ്പൺ ചെയ്തെടുക്കുന്നതിനാണ്. വേർഡിൽ ഹോം മെനുവിൽ ടോപ്പിലായി ഫോണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്നും ഫോണ്ട് കാറ്റഗറിയിൽ നിന്നും MLTT കാർത്തിക എന്ന് പറയുന്ന ഫോണ്ടാണ് കോമൺ ആയിട്ട് മലയാളം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള ഫോണ്ടുകളുണ്ട്. MLTT കാർത്തികയുണ്ട്, ML കാർത്തികയുണ്ട്, അതുപോലെ തന്നെയാണ് ML അമ്പിളി, ML രേവതി, അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പിലുള്ള മലയാളം ഫോണ്ടുകളുണ്ട്. ഏതാണോ നമുക്ക് വേണ്ട ഫോണ്ട് ആക്റ്റീവാക്കി എടുക്കാം. അതിനോടൊപ്പം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് കീബോർഡിൽ ക്യാപ്സ് ലോക്ക് ആക്റ്റീവ് ആയിരിക്കണം. അതിനുശേഷം ഓരോ കീകളായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കീബോർഡിൽ ക്യാപ്സ് ലോക്ക് കീ ആക്റ്റീവ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം ഓരോ ലെറ്ററുകളായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഷിഫ്റ്റ് D ആ, ഷിഫ്റ്റ് E ആ, ഷിഫ്റ്റ് F E, ഷിഫ്റ്റ് R E, ഷിഫ്റ്റ് G U, ഷിഫ്റ്റ് T U, ഷിഫ്റ്റ് പ്ലസ് ഓർ ഈക്വൽ ടു ആണ് R എന്ന് പറയുന്ന അക്ഷരം, ഷിഫ്റ്റ് Z എന്ന് പറയുന്ന A, ഷിഫ്റ്റ് AAS, ഷിഫ്റ്റ് WI, ഷിഫ്റ്റ് ഹൈഫൺ കൊടുക്കുന്ന O ആണ്, ഷിഫ്റ്റ് പ്ലസ് A എന്ന് പറയുമ്പോൾ O, ഷിഫ്റ്റ് Q ആണ് ഔ, ഷിഫ്റ്റ് പ്ലസ് D പ്ലസ് X കൊടുക്കുമ്പോൾ അമ്മടയാളവും, ഷിഫ്റ്റ് D പ്ലസ് അണ്ടർസ്കോർ കൊടുക്കുമ്പോൾ ആ.